നമസ്കാരം ചേട്ടാ, എന്താ പേര്? സുഭാഷ്. സുഭാഷ്. എവിടെ വീട്? കണിമംഗലം. കണിമംഗലം. ഈ കണിമംഗലം ഏതൊരു സിനിമയിലുണ്ടല്ലോ കണിമംഗലം. കണിമംഗലം ഇത് ആറാം തമ്പുരാൻ. ആറാം തമ്പുരാനല്ലേ കണിമംഗലം? ശരിക്കും അങ്ങനെ ഒരു തമ്പുരാനും അങ്ങനെ ഒരു ക്ഷേത്രമൊക്കെ എവിടെ ഉണ്ടോ? കണിമംഗലം ക്ഷേത്രമൊക്കെ ഉണ്ട്. ആണോ? കണിമംഗലത്തെ ഒരു തമ്പുരാനാണോ ചേട്ടൻ? അല്ല 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 നമ്മള് വെറും പണിക്കാരൻ. പണിക്കാരനാണ്. പണിക്കാരനാണെങ്കിലും എന്താ, നമ്മൾ ജീവിതം കൊണ്ടും മറ്റുള്ള സുഹൃത്തുക്കളും സൗഹൃദം കൊണ്ട് തമ്പുരാനാവാം അല്ലേ? നമ്മുടെ ജീവിതം കൊണ്ട് തമ്പുരാനാവാം, സമ്പത്ത് കൊണ്ട് തമ്പുരാനാവണ്ട അല്ലേ? അപ്പൊ എങ്ങനെയാ മൊത്തത്തിൽ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? മൊത്തത്തിൽ ജീവിതം കുഴപ്പമില്ലാണ്ട് പോകുന്നു. എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? 30-35 കൊല്ലമായിട്ടുണ്ട്. 35 വർഷം. 3.18. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മോനിപ്പോ ഇവിടെ അക്കൗണ്ടന്റ് ചെയ്യുന്നു. അക്കൗണ്ടന്റ്. മോളെ മാരേജ് കഴിഞ്ഞ് ഡെലിവറിക്ക് 2 എണ്ണം. ഈ ജോലി നിർത്തണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ? ഇല്ല തോന്നിയിട്ടില്ല. എന്താ തോന്നുന്നത് ഇത്രയും ചൂടത്ത്? നമ്മുടെ ലൈഫിന്റെ മെയിൻ ടേണിംഗ് പോയിന്റ് ആണ് ഈ ജോലി. ആണോ? ഈ ഇത്തരം ജോലികളൊക്കെ ചെയ്യുമ്പോഴേ പലപ്പോഴും പാട്ട് പാടുന്നവർക്ക് പാട്ട് പാടി ആസ്വദിക്കാം. ഇപ്പൊ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് വാർത്ത വായിക്കുമ്പോൾ അതിലും ചിലപ്പോൾ ഒരു ആസ്വാദനമൊക്കെ കണ്ടെത്താം. പക്ഷെ അതേസമയം നിങ്ങൾ ഈ ചുമടെടുക്കുന്ന മനുഷ്യർ, ഇതേപോലെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന മനുഷ്യർ, അതിനകത്ത് എന്ത് ആസ്വാദനമാണ് കിട്ടുന്നത്? നമ്മൾ പറയാല്ലേ, കർമ്മം ചെയ്യാൻ തൊഴിൽ കർമ്മം ചെയ്യുക, കർമ്മഫലത്തിനെ കുറിച്ച് ചിന്തിക്കാണ്ടെന്ന് പറയില്ലേ? അതെ. നമ്മൾ ചെയ്തു പോകുന്ന സമയത്ത് ഒരു സംതൃപ്തി കിട്ടും. വീട്ടിൽ പോകുമ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങാം. അന്യന്റെ ഒരു പണം ഇല്ലാതെ അധ്വാനിച്ച് വിയർപ്പ് കൊണ്ട് ജീവിക്കുന്നു എന്നൊരു സമാധാനം, സംതൃപ്തി. ആ സംതൃപ്തി. അപ്പൊ ഈ മണ്ഡലത്തിൽ എന്ത് സംതൃപ്തിയാണ് ആർക്കായിരിക്കും കിട്ടുക തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ? സുരേഷ് ഗോപി ജയിക്കണം നമ്മുടെ ആഗ്രഹം. സുരേഷ് ഗോപി. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കാൻഡിഡേറ്റിന് ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥി എന്നുള്ളത് നിഷ്പക്ഷമായി ചിന്തിപ്പിക്കുമ്പോ സുരേഷ് ഗോപിയാണ്. വ്യക്തി എന്ന നിലയിൽ സുരേഷ് ഗോപി തന്നെയാണ്. പാർട്ടി എന്ന നിലയിലും ഇപ്പൊ നമുക്കറിയാലോ, മോദിക്ക് എതിരാളികളില്ല. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇന്ത്യൻ മുന്നണി നമുക്ക് അറിയാലോ, ശരിക്കും ഒരു ചവർ മുന്നണിയാണ് അത്. ശരിക്കും അവർ ഭരണം കിട്ടിയാൽ തന്നെ മാക്സിമം ഒരു 1.5 കൊല്ലം നിൽക്കും. അത്രേ ഉള്ളൂ. ഒരു ഉറപ്പുള്ള സർക്കാർ വരണമെങ്കിൽ മോദി സർക്കാർ വരണം. ഇപ്പോഴും അവർക്കൊരു കണ്ടോ, 35 വർഷം മാർക്കറ്റിൽ പണിയെടുത്ത ഒരാളാണ് പറയുന്നത്. നോക്കൂ, നരേന്ദ്രമോദി സർക്കാർ, ക്യാമറ ഇവിടെ, മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ സ്ഥിരത ഉണ്ടാവും. ഇന്ത്യ മുന്നണി വന്നാൽ അത് ചവർ മുന്നണിയല്ലേ എന്നാണ്. എന്തിന് മോദി സർക്കാർ എന്തിനാ വരണ? 2014 BJP അധികാരം മേൽക്കുമ്പോ ഇവര് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ, മോദിയുടെ ഗ്യാരണ്ടി, ഇപ്പോഴത്തെ ഗ്യാരണ്ടി അവിടെ നിൽക്കട്ടെ, പറഞ്ഞിട്ടുള്ള ഗ്യാരണ്ടിയിൽ എന്തെങ്കിലും ചെയ്ത് വേണ്ട. പെട്രോളിന്റെയും ഗ്യാസിന്റെയും വില കുറയ്ക്കാന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ ഏറിയിട്ടുള്ളതാ. 2014 ഇവര് അധികാരത്തിൽ ഏറുന്ന സമയത്ത് ഗ്യാസും കുറ്റിയും തലയിൽ വെച്ച് കാളവണ്ടിയില് നഗരപ്രദക്ഷിണം നടത്തിയിട്ടുള്ള ആൾക്കാര് ഈ സുരേഷ് ഗോപി ഇവിടെ വന്നിട്ട് ഒരു വാക്ക് പോലും ഈ ഗ്യാസിനെ പറ്റിയിട്ടോ പെട്രോളിനെ പറ്റിയിട്ടോ പറയണില്ല. പക്ഷെ ഈ മാർക്കറ്റ് വികസിപ്പിക്കാമെന്ന് പറഞ്ഞു സുരേഷ് ഗോപി. മാർക്കറ്റ് തന്നെ മോദി പറഞ്ഞാലോ, ഇന്ത്യയുടെ GDP വളർച്ച 8.5 ശരിയല്ലേ? ഇവര് പറഞ്ഞോട്ടെ. മാത്രമല്ല 5 മില്യൺ എക്കണോമിയിലേക്ക് നമ്മൾ കുതിക്കുന്നു. ഇന്ത്യ സാമ്പത്തികമായിട്ട് ഇപ്പൊ എത്ര 5ാം സ്ഥാനത്തല്ല, 3ാം സ്ഥാനത്തേക്ക് വരും. 3ാം സ്ഥാനത്തേക്ക് വരുന്നല്ലേ? കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമില്ല നമുക്ക്. ഇവിടെ കേരളത്തിലെ എല്ലാം ശരിയാക്കുന്ന പറഞ്ഞിട്ടില്ല കയറിയ എല്ലാം ശരിയായ. എന്തുകൊണ്ട് ശരിയായില്ല? ഇന്ത്യയിലെ ക്ഷേമപേക്ഷ കൊടുക്കാൻ കാശില്ല. ഹൈക്കോടതി ജഡ്ജിനെ പറഞ്ഞ നിങ്ങൾക്ക് ക്ഷേമപേക്ഷ കൊടുക്കാൻ കാശില്ല, നിങ്ങൾക്ക് കുളം കുത്താൻ കാശുണ്ട്, തൊട്ട് കുത്താൻ കാശുണ്ട്, സ്വിമ്മിംഗ് പൂള് പണിയാൻ കാശുണ്ട്, ക്ഷേമപേക്ഷ കൊടുക്കാൻ മാത്രം കാശില്ല എന്നുള്ള ഹൈക്കോടതി ജഡ്ജിയല്ലേ പറഞ്ഞ. ഇതിൽ ഞാൻ കണക്ക് വെച്ചിട്ട് ഞാൻ സംസാരിക്കണം. ഈ BJP ഭരിക്കുന്ന ഏത് സംസ്ഥാനമാണ് കേരളത്തിന്റെ മുന്നില്? അവരുടെ നീതി ആയോഗിന്റെ കണക്കന്നെ വെച്ചിട്ട് ഏത് ഒരു സംസ്ഥാനമാണ് ഇപ്പൊ ഈ കേരളത്തിന്റെ മുമ്പിൽ വന്നോക്കണ? മറ്റേ വിദ്യാഭ്യാസമാണെങ്കിൽ, ആരോഗ്യമാണെങ്കിൽ, ശിശുമരണം, അങ്ങനെ ഒരു കണക്കുണ്ടല്ലോ. അതായത് മോദി സർക്കാരിന്റെ നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം 20-ലധികം ഐറ്റങ്ങളിൽ കേരളം 1ാം സ്ഥാനത്താണ്. അപ്പൊ അത് കേരളത്തിന്റെ മികവല്ലേ? മികവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് വന്നോണ്ടുള്ള മികവല്ലല്ലോ, ആദ്യമേ തുടങ്ങിയ ഭരണകർത്താക്കളുടെ മികവാണ് അത്. പങ്കില്ല, BJP എന്ന പാർട്ടിക്ക് പങ്കില്ല. കേരളത്തിൽ ഭരണത്തിൽ വന്നിട്ടില്ല, BJP പങ്കുണ്ടാവുള്ളൂ. ഇവിടെ മികച്ചു നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം BJP അധികാരത്തിൽ വരാത്ത. ബംഗാളും ത്രിപുരയും ഭരിച്ചിട്ട് അവിടുത്തെ സ്ഥിതി എന്താ? അങ്ങനെയുണ്ടല്ലോ. അപ്പൊ ബംഗാളില് ത്രിപുരയിലും ഇടതുമുന്നണി ഭരിച്ചിട്ട് കേരളം പോലെ ആയില്ലല്ലോ എന്നതാണ് ചേട്ടന്റെ ചോദ്യം. ഇവര് ഭരിക്കുന്ന എത്ര സംസ്ഥാനം? മണിപ്പൂർ എന്താ? ഇപ്പൊ അവിടെയൊക്കെ BJP ഇവിടെ പാർട്ടി ഓഫീസ് പോലും BJP ഓഫീസായി ബംഗാളിലും ത്രിപുരയിലൊക്കെ. ശരിയല്ലേ? അപ്പൊ മോദി സർക്കാർ വരുമ്പോഴാണ് സ്ഥിരതയുള്ള സർക്കാർ കിട്ടുക എന്നതാണ് വിശ്വാസം. പറഞ്ഞിട്ടില്ല. ആരാണ് നേതാവ്? ആരാ സിൻഡോ നേതാവ്? മുൻകൂട്ടി പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ടോ? മുന്നണി സംവിധാനത്തിൽ കാരണം 10 പ്രധാനമന്ത്രിക്ക് പൈതച്ചിട്ടിരിക്കണം. ആകെ പ്രധാനമന്ത്രി പദമുള്ള 10 പ്രധാനമന്ത്രിക്ക് പൈതച്ചിട്ടിരിക്കണം ഇന്ത്യ മുന്നണിയില്. അപ്പൊ ഇങ്ങനെ നേതാവിനെ പറയവര്. ചേട്ടന്റെ അഭിപ്രായത്തിൽ ഇതാണോ? സുനിൽകുമാർ ജയിക്കും. അതാ ഇവിടെ VS സുനിൽകുമാർ ജയിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു സുരേഷ് ഗോപി ജയിക്കുന്നു. പക്ഷേ ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങളൊക്കെ ജയിച്ചു പോയിട്ട് എന്ത് കാര്യം? 400 സീറ്റ് കിട്ടുന്ന മോദിയല്ലേ സ്ഥിരമായി ഭരിക്കുമെന്നാ ചോദ്യം. നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ പോരാ നമുക്ക്. കേരളത്തിൽ നോക്കിയാൽ പോരാ. എല്ലാവിധ ചാനലിന്റെയും സർവേല എന്താ പറയുന്നത്? NDA അധികാരത്തിലേറുന്ന ഒരു ചാനൽ നിങ്ങളായാലും നിങ്ങളുടെ സർവേല തന്നെയല്ലേ കാണുന്നത്?
അല്ലേ? അപ്പൊ പിന്നെ മോദിക്ക് എതിരാളികളില്ല. മോദിക്ക് എതിരാളികളില്ല. മോദിക്ക് എതിരാളികളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സംഭവിക്കുക? ഒരു 10 വർഷമായി ഇപ്പൊ ഇവര് ഭരിക്കുന്നു. മോദിക്ക് എതിരാളികളില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാ പ്രാവശ്യം ഇവർ തന്നെ ജയിപ്പിച്ചു വിടാൻ പറ്റും?